കൊല്ലം തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ ഉപരോധം. യൂത്ത് കോൺഗ്രസ് തേവലക്കര മണ്ഡലം പ്രസിഡന്റ് ജോയിമോന്റെ കാർ കത്തിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പോലീസ് സ്റ്റേഷൻ ഉപരോധം. സുജിത്ത് ചന്ദ്രനോട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സുജിത്ത്, ഈ ഉപരോധം ഇപ്പോഴും തുടരുകയാണോ? ഉമേഷ്, ഇപ്പോഴും ഉപരോധം തുടരുകയാണ്. ഏതാണ്ട് 1.5 മണിക്കൂറിൽ കൂടുതലായിരിക്കുന്നു ഇപ്പോൾ തേവലക്കര പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധം. തേവലക്കരയിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ജോയിമോന്റെ വീട്ടിൽ കിടന്നിരുന്ന കാറ് കത്തിച്ച സംഭവത്തിൽ 1 മാസം പിന്നിട്ടിരിക്കുന്നു. എന്നാൽ ഇതിൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചു പലതവണ ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തി ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് പോലീസ് തയ്യാറായില്ല എന്നാണ് ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇവർ പറയുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ASP അഞ്ജലി ഭാവന ഇവിടെ എത്തി പ്രവർത്തകരുമായി ഇപ്പോൾ സംസാരിച്ചു. എന്നാൽ സമരത്തിൽ നിന്നും പിന്മാറാൻ ഇവർ തയ്യാറല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ASP എത്തിയിരിക്കുന്നു. സമരം അവസാനിപ്പിക്കാനുള്ള നീക്കമാണോ? ഇതിപ്പോൾ 1 മാസമായി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വീട്ടിൽ കയറി കാർ കത്തിച്ചിട്ട് ഈ 1 മാസമായിട്ടും പോലീസ് പറയുന്നത് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ ഞങ്ങൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ പ്രതിഷേധമായിട്ട് വന്നതാണ്. ഇപ്പോൾ ASP വന്നു. ഇപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA PC വിഷ്ണുനാഥ് ഇവിടെ എത്താറായിട്ടുണ്ട്. അദ്ദേഹം കൂടെ വന്നിട്ട് ഇതൊരു 2-3 ദിവസം കൊണ്ട് ഇത് പിടിക്കാവുന്ന രീതിയിൽ പോലീസ് അന്വേഷണം എത്തിയതാണ്. പിന്നെ ആരോ പ്രതികളെ സംരക്ഷിക്കുന്നത് കൊണ്ട് പോലീസ് അതിൽ നിന്ന് വഴിമാറി. ഏത് രീതിയിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് രാഷ്ട്രീയ പ്രേരിതമാവാനും കാരണമുണ്ട്. കാരണം ഇതേ ജോയിമോനെ അതിന് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കുത്തുകേസിൽ ജോയിമോനെ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുത്തുകേസിലെ പ്രതിയും ഇതുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആ രാഷ്ട്രീയവും ഇതുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ഉന്മേഷ് പറയുന്നത്. ഇപ്പോൾ ജോയ്മോൻ ഇവിടെയുണ്ട്. ജോയ്മോനോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്താണ് ജോയ്മോൻ, എങ്ങനെയാണ് ഈ സമരത്തിലേക്ക് എത്താനുള്ള സാഹചര്യം? ഇപ്പോൾ കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് ഈ മാസം മാർച്ച് 4-ാം തീയതിയാണ് വീട്ടിൽ കിടന്ന വണ്ടി കത്തിച്ചേക്കുന്നത്. വെളുപ്പാരാവിലെ വണ്ടിയുടെ ഇൻഡിക്കേഷൻ അടിച്ച് ഫോണൊക്കെ അടിച്ചിട്ടാണ് വന്ന് തുറന്ന് നോക്കിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വണ്ടി കത്തുന്നത് കാണുന്നത്. അപ്പം തന്നെ ഞാൻ, പപ്പ, അമ്മ, വീട്ടിലുള്ള എല്ലാവരും കൂടെ വണ്ടിയുടെ തീ കെടുത്തി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസം പോലീസും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഒരു സെക്യൂരിറ്റി വരുന്ന ഉണ്ടായിരുന്നു. അന്വേഷണം നടക്കുന്നതൊക്കെ പറഞ്ഞു. പിന്നെ ഫോറൻസിക് ഡോസ് കോഡൊക്കെ വന്നു. ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ 1 മാസത്തോളമായി ഈ 4-ാം തീയതി കഴിഞ്ഞ് ഇതുമായിട്ട് യാതൊരു അന്വേഷണം നടന്നിട്ടില്ല. സംശയമുള്ള കുറേ ആൾക്കാരെ ഞാൻ ഫോൺ നമ്പർ സഹിതം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ CDR എടുത്തിട്ട് നമുക്ക് പരിശോധിക്കാമെന്ന് ദിനംപ്രതി നമ്മൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അതുമായിട്ട് യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല. അതാണ് ഉന്മേഷ്, അതായത് 1 മാസമായി ഇവർക്ക് സംശയമുള്ളവരുടെ വിശദാംശങ്ങളൊക്കെ നൽകി. എന്നിട്ട് പോലും പ്രതികളെ ഇതുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തയ്യാറായില്ല പോലീസ് എന്നാണ് ഇവർ ആക്ഷേപിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഉപരോധ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ കുണ്ട്ര MLA PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചത്. എന്തായാലും സമരത്തിൽ നിന്നും ഇവർ പിന്മാറുന്നില്ല. പ്രതികളെ പിടികൂടും വരെ സമരവുമായി മുന്നോട്ട്. ശരി, സുജിത് സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.